ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. PMA കാർസിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫുള്ള് ടയോട്ടന്റെ വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്നോവകളുടെ ഒരു ചാകര തന്നെ ഉണ്ട്. നമ്മൾ പരമാവധി എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ താഴെ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. 20 ഇന്നോവ ഉണ്ട് ഗൈസ്, 20 ഇന്നോവ കാണിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ എത്തിയോസിന്റെ ഒരു ചാകര കാണിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് വണ്ടികളുടെ ഒരു ചാകര കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ. നേരെ വീഡിയോയിലേക്ക് പോവാം. PMA കാർസിന്റെ ഓണർ ആയിട്ടുള്ള അൻവർ ബോസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അൻവർക്ക് മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? മൊറയൂര്, കാലിക്കറ്റ് പാലക്കാട് ഹൈവേയില് മൊറയൂർ എന്ന് പറഞ്ഞ പോത്തട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൊറയൂർ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ്. വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു. നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര വണ്ടികളുണ്ട്? നമ്മുടെ കയ്യിൽ എണ്ണാൻ ഒരുപാടുണ്ട്, 10-50 വണ്ടികളുണ്ട്. ഓക്കെ, ഇന്നോവയും ക്രിസ്റ്റ അവൈലബിൾ ആണ്. കുറെ ക്രിസ്റ്റ ഡൽഹിയിൽ നിന്ന് വരാനുണ്ട്. ഓക്കെ, നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇന്നോവ നോക്കുന്നവർക്ക് 2009 ഇന്നോവ 2009 മോഡൽ ഇന്നോവ G4 ആണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കേരള നമ്പർ ആക്കിയിട്ട് നമുക്ക് വണ്ടി 4 ലക്ഷം ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 4 ലക്ഷത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2004 കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2009 ആണ് വണ്ടി. 5 വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ അങ്ങോട്ട് നോക്കും വേണ്ട. തരക്കേടില്ലാത്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. 8 സീറ്റാണ് വരുന്നത്. മാക്സ് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ സാധ്യത കുറവാണല്ലേ? ഓക്കെ ഓക്കെ. ഡീറ്റെയിൽ 2013 G4. 2013 G4 ഡൽഹി നമ്പർ വണ്ടിയാണ്. ഓക്കെ, ഓണർ നിലവിൽ തേർഡ്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ നോക്കണ്ട, പുറത്തുള്ള വണ്ടിയല്ലേ. 8 സീറ്റ് വണ്ടിയാണ്. ഓക്കെ, തിരക്കേടില്ലാത്ത വാഹനമാണല്ലേ? അതെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് 6,80,000 കൊടുക്കും. 6,80,000 രൂപയോ? ഇത് ലോൺ എത്ര പാസ്സാവും? ലോൺ ഒരു 6 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. ഒരു 10-50 റുപ്യന്റെ ഒരു ഇന്നോവ എടുക്കാം നമുക്ക് റെഡി ആണെങ്കിൽ. ഓക്കെ, ഒരു ഫോർച്യൂണർ പരിചയപ്പെടാം. അത് മോഡൽ എത്ര? 2012 മോഡൽ ഓട്ടോമാറ്റിക്. 2012 മോഡൽ ഓട്ടോമാറ്റിക് അല്ലേ? 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഓണർ തേർഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? ഒരു 1.80 ആണ് മീറ്ററിൽ കാണിക്കണേ. ജെനുവിൻ ആണ് നമ്മൾ പറയുന്നില്ല, കാരണം റീ വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ നമ്മൾ പുതിയ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീറ്റിന്റെ ഭാഗത്തേക്ക് കാര്യങ്ങളൊന്നും നോക്കാനില്ല. പിന്നെ നീറ്റാണ്, തരക്കേടില്ലാത്ത വാഹനമാണ്. ഇൻഷുറൻസ് ഉണ്ട്. 10 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ലോൺ ചെയ്യാനുള്ള ആളുകളൊക്കെ ഒരു 9 ലക്ഷം 10 ലക്ഷം ഒക്കെ ലോൺ ചെയ്യും. പിന്നെ ടയോട്ടന്റെ വണ്ടിയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, ഇന്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ പുത്തൻ സീറ്റ് അല്ലേ? സീറ്റ് കവറൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട്. വലിയൊരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര കൊടുക്കാം? ഇത് 11 നമ്മൾ ചോദിക്കണത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഓഫറിൽ കൊടുക്കുന്ന ഫോർച്യൂണർ ആണ് ഇത്. മോഡൽ കാര്യങ്ങളും 2011 മോഡൽ വണ്ടി. കിലോമീറ്റർ 4 മാനുവൽ. 2,10,000 കിലോമീറ്റർ. എല്ലാവരും 1.80 1.75 പറയുമ്പോ അങ്ങനെ ട്രോള് വരുന്നുണ്ട്. 1.75 ഓടാത്ത വണ്ടി. ഇത് 2.10 ഓടിയിട്ടുണ്ട്. 2.10 ഓടിക്കുന്നു. നല്ല അടിപൊളി എഞ്ചിൻ ആയിരിക്കും. അടിപൊളി എഞ്ചിനാണ്, നല്ല വർക്കിംഗ് ഉള്ള. ഓക്കെ, നല്ല സ്റ്റീരിയോ കാര്യങ്ങൾ. ടയോട്ടന്റെ എഞ്ചിനാണ്, എത്ര ഓടിയാലും ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ടയറും കാര്യമുള്ള ഒരു 80% വരുന്നുണ്ട്. 4x4 ആണ്. ഓഫ് റോഡ് ചെയ്യാനൊക്കെ 4x4 മാനുവലിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്, അതാരും മറക്കരുത്. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിലും നല്ല നീറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC ഒക്കെ വരുന്നുണ്ട്. ഇതിന് എത്രയായിരുന്നു നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇത് 8.25 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്നത്. 8.25 ലക്ഷം രൂപ. ലോൺ ചെയ്യാൻ പറ്റും. മോഡൽ വണ്ടിയാണ് കേട്ടോ. 11 ആണ്. അത് ഏകദേശം ഒരു 10 ലക്ഷം രൂപ റേഞ്ച് മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. നമുക്ക് ചെറിയ പ്രൈസിന് കൊടുക്കാനും സാധിക്കും. അപ്പൊ എത്തിയോസിന്റെ ഒരു ചാകര നമുക്കാണ് പരിചയപ്പെടാം അല്ലേ? ഓക്കെ, അതിന് മുന്നേ നമുക്കൊരു മുത്തിനെ പരിചയപ്പെടാം. ചെറിയ വില കൊടുക്കാൻ പറ്റുന്ന അൾട്ടീസ്. മോഡല് 8 മോഡൽ. ഓണർഷിപ്പോ തേർഡ് ഓണർ. കിലോമീറ്റർ എത്ര പറയാം നമുക്ക്? 1 സംതിങ് ഓടിയിട്ടുണ്ട്. 1 സംതിങ്. ജെനുവിൻ ആയിരിക്കുമോ? സാധ്യത ഉണ്ട്. പെട്രോൾ വണ്ടിയല്ലേ? ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. അപ്പൊ മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് 10-11. CNG 20 ഒക്കെ കിട്ടും. 20 ഒക്കെ കിട്ടൂലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും മേജർ ആയിട്ടൊന്നുമില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി പറയാം. നമ്മൾ ഇന്റീരിയർ സൈഡിലേക്ക് വന്നാലും തരക്കേടില്ലാത്ത ഇന്റീരിയർ തന്നെയാണ് വരുന്നത്. സീറ്റ് കാര്യങ്ങളൊക്കെ തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് 2 ലക്ഷത്തിന് കൊടുക്കാം, കേരള ടാക്സ് അടച്ചിട്ട്. 2 ലക്ഷം? 2 ലക്ഷം റുപ്യക്ക് അൾട്ടീസ്. ഓ, തരക്കേടില്ലാത്ത വണ്ടി. 2 ലക്ഷം റുപ്യക്ക് കൊടുക്കാം നമുക്ക്. എന്ത് വിറ്റഴിക്കലാണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു എത്തിയോസ് പരിചയപ്പെടാം. 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറോ? അതെ. ഫ്രീ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 2 ചില്ലറ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പോ? സിംഗിള്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഒരു 80-90% ഉണ്ട്. ഫുൾ കട്ട ടയറാണ്. ഫുൾ കട്ട ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഡുവൽ ടോൺ ആണ് വരുന്നത്. RC-ലൊക്കെ ഉണ്ടോ? RC നമ്പർ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം അല്ലെ. ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ടൈപ്പ് GDSP ആണ്. GDSP അല്ലേ. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? ഇത് 425 കൊടുക്കാം. 4,25,000 കേരള ടാക്സ് അടിച്ചിട്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ തന്നെ നമ്പറാക്കി കൊടുക്കൂലേ? ആൾക്കാരാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, ലോൺ കിട്ടും. ഒരു 3.5 വരെയൊക്കെ ലോൺ കിട്ടും. 3.5 ലക്ഷം രൂപ ലോണും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു വ്യത്യാസം പരിചയപ്പെടാം. 2014 മോഡൽ. 2014 ഓണർഷിപ്പോ? തേർഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 140 അതിൽ കാണിക്കണേ. ജെനുവിൻ ആയിക്കോളന്നില്ല. ഓക്കെ, ഇത് ഡുവൽ ടൂൺ ആണോ വണ്ടി? അതെ ഡുവൽ ടൂൺ RC ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ അല്ലേ. ഒരു വെറൈറ്റി ടൈപ്പ്. ഫ്രണ്ട് സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്, എന്നാലും ഒരു പ്രത്യേക ഒരു ഫീല്. എത്ര കൊടുക്കാം? ഇത് 3.40 കൊടുക്കാം. ലാസ്റ്റ് 3,40,000 രൂപ കൊടുക്കാം. 14 മോഡൽ. ഇതൊക്കെ ലോണൊക്കെ കയറൂല? എല്ലാത്തിനും 2.5 വരെയൊക്കെ ലോൺ ചെയ്യാം. എല്ലാത്തിനും ലോൺ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സിൽവർ കളർ വ്യത്യാസം പരിചയപ്പെടാം. 2013 മോഡൽ. 13. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി? ഇത് 1.80 ഓടിയുണ്ട്. 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീ രജിസ്റ്റേർഡ് വാഹനമാണ്. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവറൊക്കെ പുത്തനിട്ടാണ് തോന്നുന്നു. ഓക്കെ, തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. എത്ര കൊടുക്കാം? ഇത് 3,40,000 കൊടുക്കും. ഇത് 3,40,000. ലോൺ കയറുമോ? ലോണ് കയറും. ഒരു 2.5 വരെയൊക്കെ കയറും. 2.25 ലക്ഷം രൂപയുടെ ലോണും കയറുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് വ്യത്യാസം പരിചയപ്പെടാം. ഡീറ്റെയിൽ അതിന് വരുന്നത് 2012 മോഡൽ. 12. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. അല്ലേ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 2 ചില്ലറ ഓടിയുണ്ട്. 2 സംതിങ് ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും? മേജർ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിലും സീറ്റ് കവർ പുതിയ ഇട്ടിട്ടുണ്ട്. തരക്കേടില്ലാത്ത ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ. ഓക്കെ, ലോൺ ചെയ്തൂടെ? ലോൺ ചെയ്യാം. നമ്മുടെ ആക്സിഡന്റ് പ്രൈസ് ഇത് 3,25,000. 3,25 കൊടുക്കാം. അതും ലോണും ചെയ്യാം. ഇനി ഒരു എത്തിയോസ് പരിചയപ്പെടാം. ഇപ്പൊ ഇതുവരെ നമ്മൾ ലിവ പരിചയപ്പെട്ടു. നമുക്ക് എത്തിയോസ് 2 ഉണ്ട്. ഡീറ്റെയിൽ അതിന് വരുന്നത് 2012 മോഡൽ. 12. ഓക്കെ, കേരള വണ്ടിയാ? ഇത് റീ രജിസ്റ്റേർഡ്. ഓണർഷിപ്പോ? ഇത് ഓണർ 3-4 ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? മെയിൻ ഗ്ലാസ് ഉണ്ട് അല്ലേ. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. എത്ര കൊടുക്കാം? ഇത് 3.20 കൊടുക്കാം. 3,20,000 രൂപ. 3,20,000 ചോദിക്കുന്നുണ്ട്. 3 ലക്ഷത്തിനൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാക്സിമം പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് കേരള വണ്ടിയാണോ? ഇത് കേരള വണ്ടി. അപ്പൊ ഒറിജിനൽ കേരള വണ്ടി ഉണ്ട് നമ്മളടുത്ത്. മോഡലും കാര്യങ്ങളും 2012 തന്നെയാണ്. 12. ഓണർഷിപ്പ്? തേർഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1.30. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തരക്കേടില്ലാത്ത വാഹനമാണ്. ഇതിന് മേജർ ആക്സിഡന്റ് എന്തെങ്കിലും? മേജറായി ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ പുത്തന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നും നോക്കാനില്ല. എത്ര കൊടുക്കാം? ഇത് 3,25,000 കൊടുക്കാം. 3,25 കൊടുക്കാം. കേരള വണ്ടി കേട്ടോ. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണൊക്കെ കിട്ടും. മാക്സിമം ലോണും ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതിന് മുന്നേ നമ്മൾ ഇന്നോവ ക്രിസ്റ്റ എല്ലാം ഉൾപ്പെടുത്തിട്ട് വേറെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും കാണാം, ഉഷാറാവണം. അപ്പൊ അടുത്തൊരു കിടിക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.